ഹലോ മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് 4 മാർക്കിന്റെ 100% ഉറപ്പുള്ള ഒരു ചോദ്യം പഠിച്ചാലോ? ന്യൂറോണിന്റെ സ്ട്രക്ചർ, ന്യൂറോണിന്റെ ഘടന ഇത് പകർത്തി വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ഉറപ്പായും ചോദിക്കും. അപ്പൊ നോക്കിക്കേ, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസ് അഥവാ ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് അല്ലേ? ഈ ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിന്റെ ശാഖകളാണ്. സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ട് ഫൈബേഴ്സിനെ നമ്മൾ ഡെൻഡ്രോൺ എന്നും ദ ലോങ്സ്റ്റ് ഫൈബറിനെ നമ്മൾ ആക്സോൺ എന്നുമാണ് വിളിക്കുന്നത് അല്ലെ. ഇനി ആക്സോണിന്റെ ബ്രാഞ്ചസ് എന്താണടാ? അത് ആക്സോണൈറ്റ് ആണ്. ആക്സോണൈറ്റിന്റെ അഗ്രഭാഗത്ത് നമുക്ക് ഇങ്ങനെ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതെന്താണ്? അത് സിനാപ്റ്റിക് നോബ് ആണ്. ഇനി എന്താണ് ഇതിന്റെയൊക്കെ ഫംഗ്ഷൻസ്? ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസ് സ്വീകരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഡെൻഡ്രോൺ എന്താ ചെയ്യുന്നത്? ഈ ഇമ്പൾസുകളെ, ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു? സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നു അല്ലെ. ഇനി സൈറ്റോൺ, സെൽ ബോഡി എന്താ ചെയ്യുന്നത്? അതായത് ഇമ്പൾസുകളെ ആക്സോണിലേക്ക് എത്തിക്കുന്നു. ആക്സോൺ എന്ത് ചെയ്യും? ഈ ഇമ്പൾസുകളെ, ആവേഗങ്ങളെ ആക്സോണൈറ്റിലേക്ക് എത്തിക്കുന്നു. ആക്സോണൈറ്റ് ഇമ്പൾസസിനെ നേരെ സിനാപ്റ്റിക് നോബിലേക്കാണ് എത്തിക്കുന്നത്. സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ എന്തായാലും ചോദിക്കും. 1 മാർക്കിന്റെ ചോദ്യമാണ്. സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു? ഇറ്റ് സെക്രീറ്റ്സ് ദ കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ആവേഗം എത്തുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ സ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബ് ആണ്. അപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ വരച്ചു പഠിക്കണം, ഭാഗങ്ങളുടെ ഫംഗ്ഷൻസ് പഠിക്കണം, ഭാഗങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്താനും പഠിക്കണം. ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്.